പ്രവർത്തിക്കുന്നത് എളിമയുള്ള ഹൃദയങ്ങളിലാണ്. എളിമയുള്ളിടത്ത് മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ വചനം കേൾക്കുമ്പോൾ എളിമയുണ്ടാകണം. എളിമയുള്ള ആരാണോ അവരിലേക്കാണ് ദൈവത്തിന്റെ ശക്തി കടന്നു വരുന്നത്. അതുപോലെ അനുതാപം ഉണ്ടായിരിക്കണം. നമ്മളിനിയും അനുതാപ കുദാശയിലേക്ക് കടന്നു പോവുക. അവിടുന്ന് നമ്മളെ അനുതാപത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കർത്താവ് വിശുദ്ധിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ നമ്മുടെ പാപമാലിന്യങ്ങളെ കഴുകിക്കളയണം. നമ്മളെ ശുദ്ധീകരിക്കണം. പ്രവാചകനിലൂടെ അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ വസ്ത്രമല്ല കയറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് കയറേണ്ടത്. ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുക. അവിടുന്ന് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകിയാൽ എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഏത് അവസ്ഥയിലും നമ്മളെ വിശുദ്ധീകരിക്കാൻ സാധിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കണം. അതുകൊണ്ട് പ്രവാചകനോട് പറയുക, വിറയ്ക്കുന്ന അനുഭവത്തോടെ, അത്രമാത്രം പ്രതീക്ഷയോടെ, അത്രമാത്രം ആഗ്രഹത്തോടെ ദൈവവചനത്തിന് മുന്നിൽ ഇരിക്കുമ്പോഴാണ് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ ശക്തിയുണ്ട്. നമ്മളെ തിരിച്ചറിയണം. ദൈവവചനം ഇന്നും ജീവിക്കുന്നതാ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, അസ്ഥികളുടെ താഴ്വരയിലേക്ക് കടന്നു ചെന്നിട്ട് ദൈവത്തിന്റെ വചനം പറയാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിന്റെ സഹനങ്ങളില്, നിന്റെ ഒറ്റപ്പെടലിന് ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ചാരത്ത് അവനുണ്ട്. സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അവൻ നിന്റെ കൂടെയുണ്ട്. ഗെത്സമനിൽ നിനക്ക് വേണ്ടി രക്തം വിയർത്ത് പ്രാർത്ഥിച്ചവൻ നിന്റെ കൂടെയുണ്ട്. കാൽവരിയിൽ നിനക്കായി യാഗമായി തീർന്ന ഈശോ നിന്റെ കൂടെയുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റുമോ? അന്തം വിളിച്ചപ്പോൾ അവന്റെ കൂടെ നിലവിളി കേട്ട ദൈവം നമ്മുടെ കൂടെയുണ്ട്. 38 വർഷം ബെത്സയിദ കുളക്കരയിൽ ഒരു രോഗി നിൽക്കുകയാണ്. അവന്റെ അടുക്കിലേക്ക് യേശു കടന്നിരിക്കുന്നു. അവരോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ? അവൻ പറയുക, വെള്ളമിളകുമ്പോൾ ഇനി ഇറക്കാൻ ആരുമില്ല. ഈശോ പറയുക, ഞാനൊന്നും മതി, വെള്ളമല്ല, നിനക്ക് വേണ്ടി ഞാൻ തന്നെയുണ്ട് എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടായിരിക്കാം, വേദനകൾ ഉണ്ടായിരിക്കാം, നൊമ്പരങ്ങൾ ഉണ്ടായിരിക്കാം, ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, തകർക്കപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മളെ പരിപാലിക്കുവാൻ ഈശോ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം, ഈശോ കൂടെയുണ്ട്. ഒന്ന് വിശ്വസിക്കാമോ? അവന്റെ മുൻപിൽ ഒന്ന് കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? നമ്മുടെ ഭാര്യങ്ങളെ ഒന്ന് അവന്റെ മുൻപിൽ ഒന്ന് പരിപൂർണമായിട്ടൊന്ന് സമർപ്പിക്കാമോ? ഒന്ന് വിട്ടുകൊടുക്കാമോ? ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ. ഈശോയെ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, എന്നെ ഒന്ന് സുഖപ്പെടുത്തണമേ. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ, ഈശോയെ ഒന്ന് വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എന്നെ ഒന്ന് വർഷിക്കണമേ. ഈശോയെ, എന്നെ ഒന്ന് തുറന്നമേ. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് എല്ലാ അവസ്ഥകളിലും നമ്മോടൊപ്പമായിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് വേദനകളെ, രോഗങ്ങളെ, തകർച്ചകളെ, എല്ലാ ഭാരങ്ങളെയും അസ്വസ്ഥതകളെയും എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയെ വിളിച്ച് ഒറ്റ വിളിച്ച് ഈശോയെ വിളിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ വർഷിക്കണമേ എന്ന് വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എന്റെ രോഗാവസ്ഥകളിലേക്ക്, എന്റെ കടബാധയിലേക്ക്, എന്റെ നിരാശകളിലേക്ക്, എന്റെ വേദനകളിലേക്ക്, എന്റെ മക്കളുടെ ഭാവിയിലേക്ക്, എന്റെ ജോലി തടസ്സങ്ങളിലേക്ക്, എന്റെ കടബാധകളിലേക്ക് ഈശോയെ നീ കടന്നു വരണമേ. ഈശോയെ വിളിച്ച്, ഹൃദയം വിളിച്ച്, മനസ്സ് വിളിച്ച്, ഈശോയെ വിളിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ ഫലമായി ശിശുവിനാവുന്നു. പരിശുദ്ധ